എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് മഹാഭാരതം. മഹാഭാരതം സിനിമ ആയാൽ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? ഇപ്പം കൽക്കി എന്ന് പറഞ്ഞൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോ തന്നെ അതിനകത്ത് മഹാഭാരതത്തിന്റെ ഒരംശം എടുത്തിട്ടപ്പോ തന്നെ ആ സിനിമേന്റെ റേഞ്ച് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. സത്യം. അപ്പൊ മഹാഭാരതം എന്ന് പറഞ്ഞ ഒരു സിനിമ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ലെവലായിരിക്കും? അത് വേറെ ലെവലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കൽക്കിയുടെ ആ ഒരു വൈബിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും ഓടി നടക്കുക, മഹാഭാരതത്തിൻ്റെ കൂടുതൽ റെഫറൻസുകളും തേടി, പല സംഭവങ്ങളും തേടി എന്തായിരിക്കും കൽക്കി സിനിമയുടെ രണ്ടാമത്തെ പാർട്ട് വരാൻ പോകുന്നതൊക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മഹാഭാരതത്തിൻ്റെ എന്ത് കിട്ടിയാലും നമ്മൾ കൊത്തിപ്പറക്കും. അങ്ങനെ കിട്ടിയ ഒരു സാധനമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ. നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിഷ്ടമുള്ള താരങ്ങൾ, മഹാഭാരതത്തിലെ ഓരോ വലിയ സംഭവബഹുലമായ ഓരോ കഥാപാത്രങ്ങൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും, അത് ഓരോരുത്തർക്കും ഓരോ വീക്ഷണമായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ കാസ്റ്റ് ചെയ്യുമ്പോൾ കർണനായിട്ട് നമ്മൾ വേണമെങ്കിൽ നമ്മൾ മമ്മൂട്ടിനെയും ഭീമനായിട്ട് മോഹൻലാലിനെയും ഒക്കെ കൊടുക്കും. പക്ഷെ ആള് വേറെ ആയിരിക്കും കൊടുക്കുക. അങ്ങനെ പല രീതിയിലായിരിക്കും പല കാസ്റ്റിംഗ് വരും. അത് ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ്. അതായത് ഓരോരുത്തരുടെയും വീക്ഷണത്തിൽ അവര് മഹാഭാരതത്തിലെ ഓരോരുത്തരെയും കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ സംഭവം ചില സാധനങ്ങൾ നമുക്ക് അത് കണക്ട് ആക്കാൻ പറ്റും. പക്ഷെ ചിലത് അത് ചേരൂലല്ലോ, അതായത് നമ്മുടെ ഉള്ളിലുള്ളത് വേറെ രീതിയാണ്, അപ്പൊ അത് ചേരൂലല്ലോ എന്നൊക്കെ തോന്നല് വരും. അപ്പൊ പലർക്കും പല രീതിയിലുള്ള വീക്ഷണങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു വീക്ഷണത്തിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുന്ന ഒരാളാണ്. ആളുടെ പേര് ജിഷ്ണു. ആളുടെ വ്യൂ പോയിന്റിൽ ആളുടെ കാസ്റ്റിംഗ് വെച്ചിട്ട് മഹാഭാരത സിനിമ ആയിക്കഴിഞ്ഞാൽ ഏതൊക്കെ താരങ്ങൾ വരും, ആ വീഡിയോ കാണാം. ഓക്കെ. ഭീഷ്മ, പിതാമഹൻ ഭീഷ്മ. ഓ, കമൽഹാസനോ പക്ക. അത് എന്ത് കൊടുത്താലും ഭദ്രം ഭദ്രം അത്രേ ഉള്ളൂ. അതിന് ഭീഷ്മൊന്നുമില്ല, ഏതും കൊടുക്കാം. കമലും പറ്റും, നമ്മുടെ അമിതാഭ് ബച്ചനും പറ്റും. പാണ്ഡുവായിട്ട് ചിരഞ്ജീവി. ഇത് ചിരഞ്ജീവി ഫാൻസ് സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ. പാണ്ഡു മോശമായതുകൊണ്ടല്ല കേട്ടോ. ധൃതരാഷ്ട്രം, ശരത് കുമാർ. ഓ പക്ക കിട്ടില്ല കാസ്റ്റിംഗ്. അത് പൊളിച്ച്. കാരണം തൻ്റെ കൈകൾ കൊണ്ട് ഒരു ആനയെ പോലും അല്ലേ പൊട്ടിച്ചു കളയുള്ള കഴിവുണ്ട്. കുന്തി, ദേവയാനി. ഒമ്പ് പൊളി. ദേവയാനി നല്ല നല്ല കാസ്റ്റിംഗ് അല്ലളിയാ. ഗാന്ധാരി. ആരാണ് ഗാന്ധാരി? തബു. പൊളി. അതും ഗംഭീരം. യുധിഷ്ഠിര, ജയം രവി. ജയം രവി അവിടെ നിൽക്കട്ടെ. പാണ്ഡവരിലെ മൂത്ത പുത്രനാണ്. അപ്പോ ഭീമൻ. പ്രഭാസ് കൊള്ളാം. പൊളിയാ. പക്ഷെ ജയം രവി പ്രഭാസിന്റെ മുകളിൽ വരിക. അർജുനൻ. ആരാണ് അർജുനൻ? രാംചരൺ. പക്ക അടിപൊളിയായിട്ടുണ്ട്. കാരണം എല്ലാം ചെയ്യാൻ പറ്റും ഒരാൾക്ക്. സ്ത്രീ വരെ ആവുന്നുണ്ട് അല്ലേ? അതുവരെ പറ്റും. നകുലൻ. വിദ്യുത് ജമാൽ. അതും കൊള്ളാട്ടോ. പൊളി. ആ ഒരു സ്ഥാനത്തിലേക്ക് കൊള്ളു, അത് പറ്റും. അതെ. സഹദേവൻ. ഷാഹിദ് കപൂർ. ഓ അടിപൊളി. സെറ്റ്. ദുര്യോധനൻ. ആരാണത്? സൂര്യ. പൊളി. അടിപൊളി. ഞാൻ ദുര്യോധനെ ഇതുവരെ സൂര്യയായിട്ട് സങ്കല്പിച്ചിട്ടില്ല. ദുശാസനൻ.
യശോ അത് തമ്മിലങ്ങ് ചേരുന്നില്ലല്ലോ. ഒരു സുഖം കിട്ടിയിട്ടില്ല. കാരണം സൂര്യന്റെ അനിയനായിട്ട് യശ് വരുന്ന ഒരു ശകുനി. കറക്റ്റ് ക്യാരക്ടർ അല്ലേ? പോളി കറക്റ്റ് ക്യാരക്ടർ. ശകുനിയായിട്ട് ദ്രോണർ. ആരാ ദ്രോണർ? പ്രകാശ് രാജ്. പൊളിയാ. പൊളി 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 പൊളി. പ്രകാശ് രാജ്. അശ്വത്ഥാത്മ. അമിതാഭ് ബച്ചൻ. ഇനി അതിന് മാറ്റല്ല. അർജുൻ ദാസോ കുറച്ച് കുറഞ്ഞു പോയതുപോലെ. പിന്നെ കുറച്ച് അല്ല മഹാഭാരതം നോക്കുമ്പോ ഒരു ക്യാരക്ടർ ഓക്കെയാണ്. ദ്രൗപദി. ഓ പഞ്ചാരി. തൃഷ. കൊള്ളാം. ഇപ്പുള്ള കാസ്റ്റിംഗ് വെച്ച് നോക്കുമ്പോല്ലേ ആളെ എടുത്താ പൊങ്ങുന്ന ഒരു സാധനം. കർണൻ. ഒരാണ് കർണൻ. ഋത്തിക് റോഷൻ. അപ്പൊ കൃഷ്ണൻ. ആള് പരശുരാമൻ. അമ്പോ ലാലേട്ടൻ. അത് പൊളി കാസ്റ്റിംഗ് കേട്ടോ. പരശുരാമനൊക്കെ ആയിട്ട് വേറെ ലെവലാണ്. അതെ. കൃഷ്ണൻ. മഹേഷ് ബാബു പൊളി. ഗംഭീരം. അതെ. വേദവ്യാസൻ. അമിതാഭ് ബച്ചൻ. അതും കൊള്ളാം. പക്ഷെ അമിതാഭ് ബച്ചൻ അശുദ്ധാത്മ ഇനി മാറില്ല. കഴിഞ്ഞോ? ഓക്കേ. അശുദ്ധാത്മയായിട്ട് ഇനി വേറെ ആളില്ല കേട്ടോ നമ്മുടെ മുന്നിൽ. അശുദ്ധാത്മ എന്ന് പറഞ്ഞാൽ അത് അമിതാഭ് ബച്ചനാണ്. അല്ലാണ്ട് ഇനി ആരും അതിനകത്ത് സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം കൽക്കിന്റെ എഫക്ട് അത്രത്തോളം ഉണ്ട്. ആ റേഞ്ചിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ കർണനായിട്ട് നമുക്ക് വേറെ ആളെ വേണമെങ്കിൽ സങ്കല്പിക്കാം, നോ പ്രോബ്ലം. അർജുനായിട്ടും വേറെ ആളെ നോ പ്രോബ്ലം. പക്ഷെ അശുദ്ധാത്മ അത് പോയി. അതിനി ആരും കാസ്റ്റ് ചെയ്യുമ്പോൾ ഇനി അമിതാഭ് ബച്ചനെ കൊണ്ടുപോയിട്ട് വേറെ ഒന്നിലും ഇടണ്ട, അത് അങ്ങോട്ട് കൊടുത്താൽ മതി. പക്ഷെ ആളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന അർജുൻ ദാസിലേക്ക് വരുമ്പോ അർജുൻ ദാസ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടറുകളും എല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കുമ്പോ അത് കാസ്റ്റിംഗിൽ മോശം എന്ന് പറയാൻ പറ്റില്ല. നമ്മള് കൽക്കി വെച്ച് നോക്കുമ്പോഴാണ് അശുദ്ധാത്മാവ് അത്രയും ശക്തനായിട്ടുള്ള രീതിയിൽ നമുക്ക്, അതായത് ആളുടെ സൈഡ് സ്പെഷ്യലായിട്ട് എടുത്ത് പറയാണല്ലോ. മഹാഭാരതം വരുമ്പോ അതിനേക്കാളും വലിയ താരങ്ങളാണ് വരുന്നത്. അപ്പൊ അർജുൻ ദാസ് കറക്റ്റാണ്, ഏകദേശം അത് കറക്റ്റ് ആയിരിക്കും. അതെ. അശുദ്ധാത്മാവ് മോശമെന്നല്ല കേട്ടോ, അതായത് അശുദ്ധാത്മാവ് വേറെ ലെവലാണ്. പക്ഷെ മഹാഭാരതത്തിലെ മറ്റുള്ള എല്ലാവരുടെയും കഴിവ് നോക്കുമ്പോൾ കാസ്റ്റിംഗ് കറക്റ്റായി വരും. അതെ, അങ്ങനെ അതാ പറഞ്ഞ അങ്ങനത്തെ നോക്കുമ്പോ പിന്നെ ഇതേപോലെ താബുവിനെ സെലക്ട് ചെയ്ത് അടിപൊളി, ദേവയാനിനെ സെലക്ട് ചെയ്ത് അടിപൊളി അല്ലേ. അതിനകത്ത് ദേവയാനി, പിന്നെ ഗാന്ധാരിയായിട്ട് തബു, പിന്നെ എന്താ ദ്രൗപദിയായിട്ട് തൃശ്ശി. അപ്പൊ കറക്റ്റാ, അത് ഏകദേശം ഓക്കെയാണ്, അങ്ങനെയാണ് കറക്റ്റാ. പിന്നെ ബാക്കി ശരിയാട്ടോ, പരശുരാമനായിട്ട് ഒന്നര കാസ്റ്റിംഗ്. ഭീഷ്മരും പരശുരാമനും തമ്മിലുള്ള, അതായത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഫൈറ്റ് ഇല്ലേ, അതിങ്ങനെ ഓർത്തു പോവാണ്. അതും ഭീഷ്മരായിട്ട് ആരാണ്? കമലഹാസൻ, ഇപ്പുറത്ത് എന്തായിരിക്കും സാധനം, ഭീകര സംഭവമായിരിക്കും. അയ്യോ അടിപൊളിയായിട്ടുണ്ട് സാധനം. എന്നിട്ട് നമുക്ക് ഓർത്തിങ്ങനെ പുളകിതനാവാം. അതെ, സംഭവിക്കൂലല്ലോ. എന്നിട്ട് ഒരു പ്രളയം ഇല്ലാതിരിക്കാനേ, അതായത് മനുഷ്യരാശി മൊത്തം ഇല്ലാതാവും. അവര് തമ്മിൽ ലാസ്റ്റ് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതില്ലാതാവാൻ അവിടെ നേരിട്ട് സാക്ഷാൽ മഹാവിഷ്ണു അവതരിക്കുകയാണ്. എന്നിട്ടൊരു തീർപ്പാക്കി വിടുകയാണ്, അല്ലെങ്കിൽ തീർന്നേനെ അവിടെ തന്നെ. അത്രത്തോളം ശക്തരായ രണ്ടാൾക്കാർ. ആരൊക്കെയാണ്? ഭീഷ്മരും അതെ പരശുരാമനും. ഭീകരല്ലേ? അപ്പൊ തന്നെ ചിന്തിച്ചൂടെ ഏത് ലെവലായിരിക്കും വരാൻ പോണ സാധനം. ഗംഭീരം. എനിക്ക് കർണനായിട്ടേ പ്രഭാസ് നമുക്ക് ആൾറെഡി മനസ്സിൽ കയറി കഴിഞ്ഞു, അതാണ് കേട്ടെ. ഇപ്പോൾ അർജുനായിട്ട് വരുമ്പോൾ ശരിക്ക് ഋത്തിക് റോഷൻ പക്കയാണ്. സത്യം, ഋത്തിക് റോഷന് എല്ലാം കഴിയും. അതായത് ഡാൻസ്, പിന്നെ ആള് ഭയങ്കര ഫണ്ണിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നോക്കുമ്പോൾ ഋത്തിക് റോഷൻ പക്ക പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് അർജുനന്. അതുപോലെ കൃഷ്ണനും ഭയങ്കര പക്കയാണ്. അത് ശരിയാ.
ഈ അർജുനന് വേണ്ടി കാസ്റ്റ് ചെയ്തിരിക്കുന്ന രാംചരൺ. അത് മോശമല്ല. രാംചരണിനെ അപ്പം ഇപ്പുറത്തോട്ട് മാറ്റേണ്ടി വരും കർണനിലേക്ക്. അതെ, അതാണ് വ്യത്യാസം. ഈ രാംചരന്റെ പ്രശ്നം, രാംചരനെ കാസ്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താ അറിയോ? ഇപ്പോൾ ജയം രവി മൂത്തപുത്രൻ യുധിഷ്ഠിരനാണ് അതിൽ. അതിനുശേഷം വന്നിരിക്കുന്നത് പ്രഭാസാണ് ഭീമനായിട്ട്. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ അപ്പുറത്ത് സൂര്യയാണ് ദുര്യോധനായിട്ട് വരുന്നത്. അപ്പൊ തമ്മിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതിനകത്ത് ഈ യുധിഷ്ഠിരനായിട്ട് ജയൻ രവിയെ ശരിക്കും ആപ്റ്റല്ല. വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിലേക്ക് അജിത്തൊക്കെ വന്ന നമ്മൾ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്നതിനകത്ത് അജിത്താണ് യുധിഷ്ഠിരനായിട്ട് വന്നത്. അത് അടിപൊളിയാണ് അജിത്തായിട്ട് വന്നിട്ട്. അജിത്ത് വരുന്നു, അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ആൾക്കാരും ഭയങ്കര അടിപൊളി കാസ്റ്റിംഗ്. ആ ഒരു സാധനത്തില് 1-2 മിസ്റ്റേക്ക്. അതേപോലെ യശ് ഭയങ്കര മിസ്കാസ്റ്റിംഗ് ആണ്. അതെ, യശ് അതായത് സൂര്യന്റെ അനിയനായിട്ട് വരുന്നത് യശാണ്. അത് ഭയങ്കര, അല്ലെങ്കിൽ യശിനെ എടുത്ത് ഇപ്പുറത്ത് ഇടണം. അതെ, അപ്പൊ പിന്നെ യുധിഷ്ഠിരനായിട്ട് യശിനെ ഇടേണ്ടി വരും. പക്ഷെ അപ്പൊ അതായത് ദുശാസനായിട്ട് ഒരിക്കലും സൂര്യ പറ്റൂല. സൂര്യനെ വേറെ ക്യാരക്ടറായിട്ട് കൊടുക്കണം. കർണനായിട്ട് കൊടുക്കാം. പക്ഷെ ഇതാണ് പ്രശ്നം. ഏത്, അതായത് ദുശാസനായിട്ട് യശ് അത്രയും വലിയ സ്റ്റാറല്ലേ. അപ്പോൾ ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പോൾ അത് പിന്നെ യഷിൻ്റെയും പ്രഭാസിൻ്റെയും സിനിമയായി മാറും. ഇവരെ കഴിവും മറ്റേതൊക്കെ എന്ത് നോക്കിയാലും ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് പ്രഭാസും യഷുമാണ് ഈ സിനിമയെ ഇത് ചെയ്യുക. അവിടെ കൊണ്ടുപോയിട്ട് യഷിനെ ദുശാസനാക്കിയാലേ, അല്ലെങ്കിൽ ദുശാസനന്റെ സിനിമ മാത്രം പറയേണ്ടി വരും ഒരു സ്പെഷ്യലായിട്ട്. വല്ല കർണനൊക്കെ ആക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതെ, കർണൻ, അർജുനൻ, അങ്ങനെ ദുര്യോധനൻ, അങ്ങനെയൊക്കെ വലിയ വലിയ സംഭവങ്ങൾ കൊടുക്കണം യഷിന്. അപ്പം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വന്നാൽ ഞങ്ങൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.